എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് കൺഫ്യൂസിങ് ജി കെ ആണ്. എൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമുക്കറിയാം ജി കെയുടെ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. കൺഫ്യൂസിങ് ഫാക്ട്സ് എല്ലാം ഉൾപ്പെടുത്തി അതിൻ്റെ ഒരു വിശകലനമാണ് നിങ്ങൾക്ക് ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും, കമ്പനി ബോർഡ് എൽജിഎസിനായിക്കോട്ടെ, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയിക്കോട്ടെ, അതിനെല്ലാം പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അതിൽ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് പോയാലോ. വില്യം ലോഗനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? വില്യം ലോഗനാണ് മലബാർ മാനുവൽ രചിച്ചത്. വില്യം ലോഗനാണ്. 1881 ബ്രിട്ടീഷ് സർക്കാരാണ് വില്യം ലോഗനെ എന്തിനു വേണ്ടിയിട്ട് നിയമിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മലബാറിലെ കർഷക ലഹളയെ കുറിച്ച്, അതായത് മാപ്പിള ലഹളകൾ പഠിക്കാൻ നിയമിച്ച സ്പെഷ്യൽ കമ്മീഷനാണ് ഇത്, വില്യം ലോഗൻ കമ്മീഷൻ. 1881 ബ്രിട്ടീഷ് സർക്കാർ വില്യം ലോഗനെ മലബാറിലെ കർഷക ലഹളകളെ കുറിച്ച്, അതായത് മാപ്പിള ലഹളയെ കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ചത്. അതുപോലെ തന്നെ അതിന്റെ പഠന വിഷയം എന്തായിരുന്നു? മലബാറിലെ കുടിയാന്മാരുടെ ദുരിതങ്ങളും ജന്മിമാരുടെ ചൂഷണവും കർഷക ലഹളകളിലേക്ക് നയിച്ച കാരണങ്ങളുമാണ് കമ്മീഷൻ പ്രധാനമായും പരിശോധിച്ചത്. അപ്പോൾ വില്യം ലോഗൻ കമ്മീഷൻ പ്രധാനമായും പരിശോധിച്ചത് മലബാറിലെ കുടിയാന്മാരുടെ ദുരിതങ്ങളും ജന്മിമാരുടെ ചൂഷണവും അതുപോലെ തന്നെ കർഷക ലഹളകളിലേക്ക് നയിച്ച കാരണങ്ങളുമാണ് കമ്മീഷൻ പ്രധാനമായും പരിശോധിച്ചത്. ഈ റിപ്പോർട്ട് 1882 അദ്ദേഹം സമർപ്പിക്കുന്നത്. 1881 ബ്രിട്ടീഷ് സർക്കാർ വില്യം ലോഗനെ നിയമിക്കുന്നത് തന്നെ കർഷക ലഹളകൾക്ക് പിന്നിൽ പ്രധാനമായും കാർഷിക പ്രശ്നങ്ങളാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ മലബാർ മാനുവൽ രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വില്യം ലോഗനാണ്. മലബാർ ജില്ലയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും സംസ്കാരവും വിവരിക്കുന്നതാണ് മലബാർ മാനുവൽ എന്ന വിഖ്യാത ഗ്രന്ഥം. ഇതിന്റെ രചയിതാവ് ആരാണ്? വില്യം ലോഗനാണ്. അപ്പോൾ ഈ വില്യം ലോഗൻ കമ്മീഷന്റെ ശുപാർശകളെ തുടർന്നാണ് കുടിയാന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട്, ഓർത്തിരിക്കണം, മലബാർ കുടിയായ്മ നിയമം ചോദിക്കാറുണ്ട്. മലബാർ കോമ്പൻസേഷൻ ഫോർ ടെനൻസ് ഇംപ്രൂവ്മെന്റ്സ് ആക്ട് എന്ന് പറയുന്നത് 1887 മലബാർ കുടിയായ്മ നിയമം, മലബാർ കോമ്പൻസേഷൻ ഫോർ ടെനൻസ് ഇംപ്രൂവ്മെന്റ്സ് ആക്ട് നിലവിൽ വരുന്നത് ലോഗൻ കമ്മീഷന്റെ ശുപാർശയെ തുടർന്നിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ വില്യം ലോഗൻ ആരാണ്? മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? എന്താണ് മലബാർ കുടിയായ്മ നിയമം എന്നൊക്കെ എന്നാണ് നിലവിൽ വന്നതെന്നൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ, പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം മഗധ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പുരാതന ഇന്ത്യയിലെ 16 മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്നിടെ ഇത് മഗധ എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ ബീഹാർ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഈ സാമ്രാജ്യം, മഗധ സാമ്രാജ്യം ഇന്നത്തെ ബീഹാർ പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു നിലനിന്നിരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രധാന രാജവംശങ്ങള്, മഗധ ഭരിച്ച പ്രധാന രാജവംശങ്ങളെ കുറിച്ച് അറിയാമല്ലോ. ഹരി, ശിശു, നന്ദ, മൗര്യ. എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പഠിക്കാം. ഹരി, ശിശു, നന്ദ, മൗര്യ. നമ്മൾ കോഡ് ചേർത്ത് പഠിക്കാം. ഹരി, ശിശു, നന്ദ, മൗര്യ. ഹരിയങ്ക രാജവംശം എന്നാണ്, അതായത് ഹരിയങ്ക ഡൈനാസ്റ്റിയാണ് ആദ്യം ഭരിച്ചത് മഗധയിൽ. അതിന്റെ സ്ഥാപകൻ, ഓർത്തിരിക്കണം, ഹരിയങ്ക രാജവംശത്തിന്റെ സ്ഥാപകൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മഗധയുടെ രാജവംശത്തിലെ ആദ്യത്തെ രാജവംശമായ ഹരിയങ്ക രാജവംശത്തിന്റെ സ്ഥാപകൻ ആരാണ്? ബിംബിസാരൻ. ആരാണ്? ബിംബിസാരൻ. പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? ഹരിയങ്ക രാജവംശത്തിലെ, ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? ബിംബിസാരനും അതുപോലെ തന്നെ അജാതശത്രു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? അതുപോലെ തന്നെ ഉദയൻ. ബിംബിസാരൻ, അജാതശത്രു, ഉദയൻ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജാതശത്രുവിന്റെ കാലത്താണ് ഒന്നാം ബുദ്ധമത സമ്മേളനം, അതിന് രാജഗൃഹം എന്നും അറിയപ്പെടാറുണ്ട്. അജാതശത്രുവിന്റെ കാലത്താണ് ഒന്നാം ബുദ്ധമത സമ്മേളനം അഥവാ രാജഗൃഹം നടന്നത്. ഇപ്പോൾ ഹരി, ശിശു, നന്ദ, മൗര്യ. ഇനി അടുത്തേതായിരിക്കും? ശിശുനാഗ രാജവംശമാണ്. ശിശുനാഗ ഡൈനാസ്റ്റിയാണ്, പേരിൽ തന്നെയുണ്ട്. ശിശുനാഗ രാജവംശം സ്ഥാപിച്ചത്. ഇതിലെ പ്രധാന ഭരണാധികാരി നമുക്കറിയാം കാലാശോകനാണ് ശിശുനാഗ രാജവംശത്തിലെ പ്രധാന ഭരണാധികാരി. ഇദ്ദേഹത്തിന്റെ കാലത്താണ് രണ്ടാം ബുദ്ധമത സമ്മേളനം. ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് അജാതശത്രുവിന്റെ കാലത്ത്, അതായത് ഹരിയങ്ക രാജവംശത്തിലെ. ശിശുനാഗ രാജവംശത്തിലെ പ്രധാന ഭരണാധികാരിയായ കാലാശോകന്റെ കാലത്താണ് രണ്ടാം ബുദ്ധമത സമ്മേളനം നടക്കുന്നത്. മറന്നു പോകരുത്, തിരിഞ്ഞും പോകരുത്. അടുത്ത മൂന്നാമത്തെയാണ് നന്ദ ഡൈനാസ്റ്റി. ഈ നന്ദ രാജവംശത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉത്തരം എഴുതും? മഹാപത്മനന്ദൻ. എന്താണ്?
ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന മഹാപത്മനന്ദനാണ് നന്ദ രാജവംശത്തിന്റെ നന്ദ ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ. ഇതിലെ അവസാന രാജാവ്, നന്ദ രാജവംശത്തിന്റെ അവസാന രാജാവ് ധനനന്ദനാണ്. ഓക്കെ, അലക്സാണ്ടറുടെ ഇന്ത്യ ആക്രമണ സമയത്തെ മഗധ രാജാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എക്സാമിന് എഴുതാൻ പറ്റണം. ധനനന്ദനാണ് അലക്സാണ്ടറുടെ ഇന്ത്യ ആക്രമണ സമയത്തെ മഗധ രാജാവ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൗര്യ എംപയറിനെ കുറിച്ച് അറിയാം അല്ലെ. 4ാമത്തെ മൗര്യ എംപയർ ആണ് ഹരിശിശുനന്ദ മൗര്യ. മൗര്യ എംപയർ അതിന്റെ സ്ഥാപകൻ പ്രസിദ്ധനായിട്ടുള്ള ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ് അല്ലെ. ചാണക്യന്റെ സഹായത്തോടു കൂടിയാണ് ധനനന്ദനെ ആര് പരാജയപ്പെടുത്തിയത്? അതായത് നന്ദ രാജവംശത്തിലെ അവസാന രാജാവായ ധനനന്ദനെ ചാണക്യന്റെ സഹായത്തോടെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ, മൗര്യ സാമ്രാജ്യത്തിലെ മൗര്യ എംപയറിലെ ചന്ദ്രഗുപ്ത മൗര്യൻ പരാജയപ്പെടുത്തിയത്. നമുക്കറിയാം ഈ മഗധയ്ക്ക് കാലാകാലങ്ങളിൽ പല തലസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. രാജഗൃഹമായിരുന്നു, എക്സാമിന് ഒരു പക്ഷേ ചോദിക്കുക, അല്ലെ ഗിരിവ്രജം എന്നറിയപ്പെടുന്ന രാജഗൃഹമായിരുന്നു മഗധയുടെ ആദ്യത്തെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഇത് 5 കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രകൃതിദത്തമായ കോട്ട, അതാണ് ഗിരിവ്രജം എന്ന് പറയുന്നത്. ആദ്യത്തെ തലസ്ഥാനമായിരുന്നു ഗിരിവ്രജം, രാജഗൃഹം എന്ന് പറയാം. 5 കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രകൃതിദത്തമായ കോട്ട. അതുപോലെ തന്നെ ഇന്നത്തെ പട്ന, അതായത് പാടലീപുത്രം, ഉദയൻ എന്ന രാജാവാണ് തലസ്ഥാനം എന്ത് ചെയ്തത്? പാടലീപുത്രത്തേക്ക്. മഗധ രാജവംശത്തിന്റെ തലസ്ഥാനം ഉദയൻ എന്ന് പറയുന്നത് അരിഹങ്ക രാജവംശത്തിന്റെ പ്രധാനപ്പെട്ട ഭരണാധികാരി ഒരാളാണ് ആര്? ഉദയൻ. ഈ ഉദയനാണ് എന്ത് ചെയ്തത്? ഇന്നത്തെ പട്ന, അതായത് പാടലീപുത്രത്തിലേക്ക് എന്ത് ചെയ്തത്? തലസ്ഥാനം മാറ്റി. അപ്പൊ ആദ്യ തലസ്ഥാനം ഗിരിവ്രജമാണ്, അതല്ലെങ്കിൽ രാജഗൃഹം. അതുപോലെ തന്നെ മഗധ ഏറ്റവും ശക്തമായ മഹാജനപദമായി മാറാൻ സഹായിച്ച ഘടകങ്ങൾ അറിഞ്ഞിരിക്കണം. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനമുണ്ട്, ഇരുമ്പ് നിക്ഷേപം, അതുപോലെ തന്നെ ആനകളുടെ ഉപയോഗം. ഈ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്ന് പറയുന്നത് ഗംഗാ നദീതടത്തിലെ വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് അനുയോജ്യമായിരുന്നു. അതുപോലെ ഇരുമ്പ് നിക്ഷേപം, ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ ആവശ്യമായ ഇരുമ്പ് മഗധയില് സമൃദ്ധമായിരുന്നു. ആനകളുടെ ഉപയോഗം എന്ന് പറയുന്ന യുദ്ധങ്ങളിൽ ആദ്യമായി ആനകളെ വലിയ തോതിൽ ഉപയോഗിച്ചിരുന്നത് മഗധ സാമ്രാജ്യമായിരുന്നു. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ മഗധ സാമ്രാജ്യവും അതിലെ 4 സാമ്രാജ്യങ്ങളെ കുറിച്ചും അതിലെ പ്രസിദ്ധമായിട്ടുള്ള ഭരണാധികാരികളെ കുറിച്ചൊക്കെ നമ്മൾ ചെറിയൊരു ഓവർവ്യൂയിലൂടെ മനസ്സിലാക്കി. ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യമാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചൈനയാണ് ലോകത്തിലെ ആദ്യത്തെ പത്രം പ്രസിദ്ധീകരിച്ചത്. രാജ്യത്തിന്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് എന്ത് ചെയ്യാറില്ല? സ്വന്തം രാജ്യത്തിന്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാറില്ല. അതുപോലെ തന്നെ ലോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായത് USA-യിലാണ്, അമേരിക്കയിലാണ് ലോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായത്. ആധുനിക ജനാധിപത്യ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ രാഷ്ട്രം ചോദിച്ചു കഴിഞ്ഞാലും ബ്രിട്ടനാണ്, ഇംഗ്ലണ്ടാണ് ആധുനിക ജനാധിപത്യ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ രാഷ്ട്രം. ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ അല്ലെ. ഓസ്ട്രേലിയ ഭൂഖണ്ഡം എന്ന് പറയുന്ന ഒറ്റ രാജ്യം മാത്രമേ ഉള്ളൂ അതില്. അപ്പോൾ ഈ ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തിന്റെ പ്രത്യേകത എന്താണ്? ഒറ്റ രാജ്യം മാത്രമേ ഉള്ളൂ ഓസ്ട്രേലിയ ഭൂഖണ്ഡം എന്ന് പറഞ്ഞു. ഭൂമിയിലെ 7 ഭൂഖണ്ഡങ്ങളിൽ വിസ്തൃതിയിൽ ഏറ്റവും ചെറുതാണ് ഓസ്ട്രേലിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഒരു രാജ്യം തന്നെ ഒരു ഭൂഖണ്ഡമായി അറിയപ്പെടുന്ന ലോകത്തിലെ ഏക ഇടം കൂടിയാണത്. അതും കൂടി അറിഞ്ഞിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. പൂർണ്ണമായും ഭൂമധ്യരേഖയ്ക്ക് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയ. ദ്വീപ് ഭൂഖണ്ഡം, ഐലൻഡ് കോണ്ടിനെന്റ് എന്നും ഓസ്ട്രേലിയയെ വിളിക്കാറുണ്ട്. പൂർണ്ണമായും ഭൂമധ്യരേഖയ്ക്ക് തെക്ക് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇതിനെ എന്ത് വിളിക്കാറുണ്ട്? ദ്വീപ് ഭൂഖണ്ഡം, ഐലൻഡ് കോണ്ടിനെന്റ് എന്താണ് വിളിക്കുന്നത്. ഇന്ത്യൻ സമുദ്രത്തിനും പസഫിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് ഓസ്ട്രേലിയ ഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 7.7 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പരന്നതും വരണ്ടതുമായ ജനവാസമുള്ള ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ ഭൂഖണ്ഡം. ഉൾപ്രദേശങ്ങൾ മിക്കവാറും മരുഭൂമികളോ അതുപോലെ തന്നെ വരണ്ട സമതലങ്ങളോ ആണ്. ഇവയെ ഔട്ട്ബാക്ക് എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗ്രേറ്റ് ബാരിയർ റീഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉഷ്ണമേഖല മഴക്കാടുകൾ എന്നിവ ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തിന്റെ പ്രത്യേകതയാണ്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനാണ്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം എന്ന് പറയുന്ന ഏതാണ്?
അഫ്ഗാനിസ്ഥാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാഷ്ട്രം നിങ്ങൾക്കറിയാം, ഇസ്രായേലാണ് ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാഷ്ട്രം. ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ് ഇസ്രായേലിനെ കുറിച്ച്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ബെഞ്ചമിൻ നെതന്യാഹു പശ്ചിമേഷ്യയിൽ മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. നിലവില് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധം മൂലം രാജ്യം അതീവ ഗുരുതരമായ സുരക്ഷാ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ അല്ലേ? ഇസ്രായേലിന്റെ തലസ്ഥാനം ഏതാടെ? ജെറുസലേമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഈ ജെറുസലേം തർക്ക വിഷയമൊക്കെയാണ്. എന്നാലും ഇസ്രായേല് ഈ ജെറുസലേമിനെയാണ് തലസ്ഥാനമായി പ്രഖ്യാപിച്ചത്. പ്രധാന നഗരം ടെലവീവാണ്. സാമ്പത്തിക കേന്ദ്രമൊക്കെ ടെലവീവാണ്. വടക്ക് ലെബനൻ, ഇസ്രായേലിന്റെ വടക്ക് ലെബനനും വടക്ക് കിഴക്ക് സിറിയയും കിഴക്ക് ജോർദാനും തെക്ക് പടിഞ്ഞാറ് ഈജിപ്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് ലെബനൻ, വടക്ക് കിഴക്ക് സിറിയ, കിഴക്ക് ജോർദാനും തെക്ക് പടിഞ്ഞാറ് ഈജിപ്ത്. പാർലമെന്ററി ജനാധിപത്യ സംവിധാനമാണ് ഇസ്രായേലിൽ നിലനിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഔദ്യോഗിക ഭാഷ ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിലെ ഔദ്യോഗിക ഭാഷ ഹീബ്രു ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം, ഇസ്രായേലിന്റെ ചരിത്രപരമായ പശ്ചാത്തലം ചോദിച്ചു കഴിഞ്ഞാൽ 1948 മെയ് 14 ആധുനിക ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമാകുന്നത്. ജൂതമതവും ക്രിസ്തുമതവും ഇസ്ലാം മതം എന്നിവയ്ക്ക് ഏറെ വിശുദ്ധമായ നിരവധി ചരിത്ര സ്മാരകങ്ങളൊക്കെ ഇസ്രായേലിലുണ്ടെന്ന് നമുക്കറിയാം. അടുത്തത്, പൊതു തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ചോദിച്ചത് നമ്മുടെ ഇന്ത്യയാണ്. പൊതു തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് എന്നാണ് നടന്ന? 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ്. 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ് ഇന്ത്യയിൽ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമുള്ള പൊതു തിരഞ്ഞെടുപ്പാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു. 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെ നടന്ന ആദ്യ പൊതു തിരഞ്ഞെടുപ്പ്. ആകെ സീറ്റുകളെന്ന് 489 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് 364 സീറ്റുകൾ നേടി വൻ വിജയം കൈവരിച്ചത്. ആദ്യ പ്രധാനമന്ത്രി നിങ്ങൾക്കറിയാം ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രധാന എതിരാളി അക്കാലത്ത് 16 സീറ്റുകൾ നേടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI ആയിരുന്നു തൊട്ടു പിന്നിൽ. ആ സമയത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, എക്സാമിന് ചോദിക്കുക, സുകുമാർ സെൻ ആയിരുന്നു ആ സമയത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അതുപോലെ തന്നെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുപോലെ തന്നെ ആദ്യ വോട്ടർ ആയിരുന്നു. ആദ്യ പൊതുതിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആദ്യ വോട്ടർ ഹിമാചൽ പ്രദേശിലെ ചിനി, ഇപ്പോഴത്തെ കൽപ്പ എന്ന അറിയപ്പെടുന്നത്, കൽപ്പ ജില്ലയിലെ ശ്യാം ശരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടവകാശം 21 വയസ്സ് തികഞ്ഞ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സാണ് എന്ന് നിങ്ങൾക്കറിയാം. വോട്ടിംഗ് രീതി അക്കാലത്ത് ഭൂരിഭാഗം പേരും എന്തായിരുന്നു? നിരക്ഷരരായിരുന്നു എന്നറിയാം. അപ്പോൾ നിരക്ഷരരായതിനാൽ സ്ഥാനാർത്ഥികളുടെ പേരിന് പകരം ഓരോ സ്ഥാനാർത്ഥിക്കും വ്യത്യസ്ത ചിഹ്നമുള്ള ബാലറ്റ് പെട്ടികളായിരുന്നു ആദ്യത്തെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് പോയാലോ. ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് JK റൗളിംഗ് ആണെന്നറിയാം. JK റൗളിംഗ് ആണ് ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതി രചിച്ചത്. ആരാണ്? JK റൗളിംഗ്. ഹാരി പോട്ടർ എന്ന് പറയുന്ന ഒരു പരമ്പര തന്നെയാണെന്ന് അറിയാം അല്ലെ? 1997 പുറത്തിറങ്ങിയതാണ് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ. 1997 ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത്. ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ മുതൽ 2007 വരെ നീണ്ട 7 പുസ്തകങ്ങളുണ്ട്. ഈ 7 പുസ്തകങ്ങളിലൂടെ JK റൗളിംഗ് എന്താ ചെയ്തത്? അവര് കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രിയപ്പെട്ട എഴുത്തുകാരിയായി മാറി. 50ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹാരി പോട്ടർ. അതുപോലെ തന്നെ റോബർട്ട് ഗാൽബ്രൈറ്റ്, ഓർത്തിരിക്കണം, JK റൗളിംഗിന്റെ തൂലികാനാമമാണ് എന്ത്? റോബർട്ട് ഗാൽബ്രൈറ്റ്. ഈ തൂലികാനാമത്തില് കുറ്റാന്വേഷണ നോവലുകൾ എഴുതാറുണ്ട്. കൊർമോറൻ സ്ട്രൈക്ക് സീരീസ് റോബർട്ട് ഗാൽബ്രൈറ്റ് എന്ന തൂലികാനാമത്തിലാണ് JK റൗളിംഗ് എഴുതിക്കൊണ്ടിരുന്നത്, കുറ്റാന്വേഷണ നോവലുകൾ. അതുപോലെ തന്നെ JK റൗളിംഗിന്റെ മറ്റ് കൃതികൾ അറിഞ്ഞിരിക്കണം. ദ കാഷ്വൽ വേക്കൻസി, ദ ഇക്കാബോഗ്, ദ ക്രിസ്മസ് പിഗ്. ദ കാഷ്വൽ വേക്കൻസി, ദ ഇക്കാബോഗ്, ദ ക്രിസ്മസ്
പിഗ്, ഇതൊക്കെ പ്രധാനപ്പെട്ട ജെ.കെ. റൗളിങ്ങിന്റെ പുസ്തകങ്ങളാണ്. ഹാരി പോട്ടർ പുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് നമുക്കറിയാം ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങിയെന്ന് അറിയാം അല്ലേ. അതുപോലെ തന്നെ ഫെന്റാസ്റ്റിക് ബീസ്റ്റ് എന്ന സിനിമാ പരമ്പരയുടെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫെന്റാസ്റ്റിക് ബീസ്റ്റസ് എന്ന സിനിമാ പരമ്പരയുടെ തിരക്കഥാകൃത്തും കൂടിയാണ് ആര്? ജെ.കെ. റൗളിംഗ്. ഓക്കെ അല്ലേ. ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി എന്ന് നിങ്ങൾക്കറിയാം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലെ. 1884 മുതൽ 1963 വരെ ആയിരുന്നു. 1884 ജനിക്കുക, 1963 മരണമടയുകയും ചെയ്ത സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഗാന്ധിജിയുടെ അടുത്ത അനുയായി, മികച്ച ഭരണതന്ത്രജ്ഞൻ. അതുപോലെ തന്നെ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്ന പേരുകൾ എക്സാമിന് ഒരുപക്ഷെ ചോദിക്കാൻ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഏതൊക്കെ പേരിൽ? അജാതശത്രു, ദേശരത്ന, എന്തൊക്കെയാണ്? ദേശരത്ന, അജാതശത്രു എന്നീ പേരുകൾ അറിയപ്പെട്ട രാഷ്ട്രപതി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 1884 ഡിസംബർ 3 ബീഹാറിലെ സിവാനിലുള്ള സിരാദയിലാണ് രാജേന്ദ്ര പ്രസാദ് ജനിക്കുന്നത്. കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം നിയമബിരുദമൊക്കെ നേടിയിട്ടുണ്ട്. 1963 ഫെബ്രുവരി 28 അദ്ദേഹം അന്തരിക്കുന്നത്. ഗാന്ധിജിയുടെ സ്വാധീനത്തില് നിയമജീവിതമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം ഗാന്ധിജിയോടൊപ്പം ചമ്പാരൻ സത്യാഗ്രഹം, നിസ്സഹരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം ഇവയിലൊക്കെ പങ്കെടുത്തിരുന്നു. ഇതിന്റെ പേരിലൊക്കെ അദ്ദേഹം ജയിൽവാസമൊക്കെ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. 1934 39 47 ഈ വർഷങ്ങളിലൊക്കെ 1934 39 1947 വർഷങ്ങളിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു. ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭ, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ കൂടി ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. രാഷ്ട്രപതിയായിട്ട് 1950 ജനുവരി 26 മുതൽ 1962 മെയ് 13 വരെ സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയിൽ 2 തവണ രാഷ്ട്രപതി പദവിയിലിരുന്ന ഏക വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റെക്കോർഡാണത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം മലബാറിലെ പൂന്തോട്ടം എന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ലാറ്റിൻ പദമാണ് ആ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് 17-ാം നൂറ്റാണ്ടിൽ ലത്തീൻ ഭാഷയിൽ, അതായത് ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഉദ്യാനം. കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആഡ്രിയാൻ വാൻ റീഡ്, ഓർത്തിരിക്കണം, ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത്, ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയത് കൊച്ചിയിലെ അന്നത്തെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആഡ്രിയൽ വാൻ റീഡ് ആണ്. 1678 മുതൽ 1693 വരെയുള്ള കാലയളവിൽ നെതർലാൻഡിലെ, അതായത് ഡച്ചിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച. ആകെ 12 വാല്യങ്ങളിലായി 742 സസ്യങ്ങളെ കുറിച്ച്, അത് ആ എണ്ണം ഓർത്തിരിക്കണം, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 742 742 സസ്യങ്ങളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഇതിലെ ഹോർത്തൂസ് മലബാറിക്കസിൽ. അപ്പോൾ ഇതിൽ പ്രധാന പങ്കുവഹിച്ചവർ, ഈ ഗ്രന്ഥം തയ്യാറാക്കാൻ പ്രധാന പങ്കുവഹിച്ച കേരളത്തിലെ തദ്ദേശീയമായ വൈദ്യശാസ്ത്ര അറിവുകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ തയ്യാറാക്കിയെന്നറിയാം. ഇ.ടി. അച്യുതൻ, ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിയായ പ്രശസ്ത വൈദ്യനാണ്. ഇദ്ദേഹമാണ് സസ്യങ്ങളുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നൽകിയത്. അത് ഓർത്തിരിക്കണം. ആർക്ക് നൽകിയത്? ഹെൻറിക് ആഡ്രിയാൻ വാൻ റീഡിന്റെ നേതൃത്വത്തിൽ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ കൊങ്കിണി ബ്രാഹ്മണർ, രംഗഭട്ട്, വിനായകഭട്ട്, അപ്പുഭട്ട് എന്നീ പണ്ഡിതന്മാരും ഹോർത്തൂസ് മലബാറിക്കസിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ചതാണ്.
അതുപോലെ തന്നെ മലയാള ലിപികൾ ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകം എന്ന നിലയിൽ തന്നെ ഈ ഹോർത്തൂസ് മലബാറിക്കസിന് വലിയ ഭാഷാപരമായിട്ടുള്ള പ്രധാനമുള്ളതാണ്. ഏഷ്യയിലെ സസ്യങ്ങളെക്കുറിച്ച് പുറത്തിറങ്ങിയ ആദ്യത്തെ സമഗ്രമായ ശാസ്ത്രീയ ഗ്രന്ഥങ്ങളിൽ ഒന്നുകൂടിയാണ് മലബാറിന്റെ പൂന്തോട്ടം എന്നർത്ഥമുള്ള ഹോർത്തൂസ് മലബാറിക്കസ്. ആധുനിക സസ്യവർഗീകരണത്തിന്റെ പിതാവ് നിങ്ങൾക്കറിയാം കാൾ ലിന്നേസ് ആണെന്ന്. ഈ കാൾ ലിന്നേസ് പോലും തന്റെ പഠനങ്ങൾക്കായി ഹോർത്തൂസ് മലബാറിക്കസിനെ ഉപയോഗിച്ചിട്ടുണ്ട്. സസ്യശാസ്ത്രജ്ഞനായ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡോക്ടർ കെ.എസ്. മണിലാല് 30ലധികം വർഷത്തെ പരിശ്രമത്തിലൂടെ ഈ ഗ്രന്ഥം എന്ത് ചെയ്ത് ലാറ്റിൻ ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക്, ലത്തീനിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലും ഒക്കെ കെ.എസ്. മണിലാലാണ് അത് ചോദിച്ചിട്ടുണ്ട്, തർജിമ അല്ലെങ്കിൽ വിവർത്തനം ചെയ്ത്. ഓക്കെ അല്ലേ? മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരന്റെ ജീവിതമാണ് പ്രമേയമാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാ രവിവർമ്മയുടേതാണ്. മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരന്റെ ജീവിതമാണ് പ്രമേയമാക്കിയത്? രാജാ രവിവർമ്മയുടെയാണ്. ഭാരതീയ ചിത്രകലയെ ലോക പ്രശസ്തമാക്കിയ മഹാനായ ചിത്രകാരനായിരുന്നു 1848 ഏപ്രിൽ 29 കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ച രാജാ രവിവർമ്മ അല്ലേ? പാശ്ചാത്യമായ ഓയിൽ പെയിന്റിങ്ങും അതുപോലെ തന്നെ ഭാരതീയമായ വിഷയങ്ങളെയും സമന്വയിപ്പിച്ചാണ് അദ്ദേഹം ചിത്രങ്ങൾ രചിച്ചിരുന്നത്. ഓർത്തിരിക്കണം, അദ്ദേഹം മരണപ്പെട്ടത് 1906 ഒക്ടോബർ 2 അതുപോലെ തന്നെ ഇദ്ദേഹം ഓർത്തിരിക്കണം, തിയോഡർ ജെൻസൺ എന്ന ഡച്ച് ചിത്രകാരനിൽ നിന്നാണ് എണ്ണച്ചായ ചിത്രരചന ഓയിൽ പെയിന്റിങ് രാജാ രവിവർമ്മ അഭ്യസിച്ചത്. തിയോഡർ ജെൻസൺ എന്ന ഡച്ച് ചിത്രകാരനിൽ നിന്നാണ്. അദ്ദേഹം കുറേയധികം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പുരാണ ചിത്രങ്ങളായ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാസന്ദർഭങ്ങളെ ജീവസുറ്റ രീതിയിൽ അദ്ദേഹം ക്യാൻവാസിലാക്കുന്നുണ്ടല്ലേ. ശകുന്തള, ദമയന്തി, സീത തുടങ്ങിയ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെയാണ് സാധാരണക്കാരുടെ മനസ്സിലൊരു രൂപം തന്നെ കൈവരിക്കുന്നത്. അതുപോലെ തന്നെ ലിത്തോഗ്രാഫിക് പ്രസ്, അതായത് സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ചിത്രങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി രാജാ രവിവർമ്മ മുംബൈയിൽ ഒരു ലിത്തോഗ്രാഫി പ്രസ്സൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. ഇതോടെയാണ് ദൈവങ്ങളുടെയും ദേവിമാരുടെയും ചിത്രങ്ങളൊക്കെ ഇന്ത്യയിലെ വീടുകളിലൊക്കെ വ്യാപകമായിരുന്നത്. ചിത്രകലയിലെ രാജകുമാരൻ, എക്സാമിന് ചോദിക്കാൻ, ചിത്രകലയിലെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് രാജാ രവിവർമ്മയാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ ദമയന്തിയും ഹംസവും, ശകുന്തള പത്രലേഖനം, ഗംഗാവതരണം, രാവണൻ ജടായുവിനെ വധിക്കുന്നു, പാലം പേറുന്ന ജടായു, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള രചനകളാണ്, അതായത് ചിത്രങ്ങളാണ്. അതുപോലെ തന്നെ 1904 ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് കൈസറി ഹിന്ദ്, അതായത് കൈസറി ഹിന്ദ് പദവി, അതായത് സ്വർണ്ണ മെഡൽ നൽകി രാജാ രവിവർമ്മ 1904 ആദരിക്കുന്നത്. അന്നത്തെ ഗവർണർ ജനറൽ കഴ്സൺ പ്രഭുവാണ് ഈ കൈസറി ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതി നൽകിയത്. ഈ മകരമഞ്ഞ് എന്ന് പറയുന്ന സിനിമ ആരാണ് സംവിധാനം ചെയ്ത്? എക്സാമിന് ചോദിച്ചത് ലെനൻ രാജേന്ദ്രനാണ്. 2011 ഈ സിനിമ പുറത്തിറങ്ങുന്ന. സന്തോഷ് ശിവനാണ് ആദ്യമായിട്ട് ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ ആദ്യ നായകവേഷമാണ്. മകരമഞ്ഞ് ആദ്യമായി നായകനായി അഭിനയിച്ചതാണ് മകരമഞ്ഞ്. സംവിധായകൻ ലെനിൻ രാജേന്ദ്രനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കൺഫ്യൂസിങ് GKയുമായി ബന്ധപ്പെട്ട കുറേയധികം വസ്തുതകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി. ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായി ചാനൽ പങ്കുവയ്ക്കാൻ വിട്ടുപോകരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ, ടേക്ക് കെയർ.